السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحابه الفائزين أما بعد. وما توفيقي إلا بالله عليه توكلت وإليه أنيب. ആദരണീയരായ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ ആക്ടിംഗ് പ്രസിഡന്റ് പ്രിയങ്കരനായ പി ഹാഷിം, സ്വാഗത ഭാഷണം നടത്തിയ സെക്രട്ടറി മിഷ്കാൽ പള്ളി, പ്രിയങ്കരനായ ഉമർവായ, വേദിയിലുള്ള ബഹുമാന്യനായ CBV സിദ്ദീഖ്, ആക്ടിംഗ് ഖാദിയായിട്ടുള്ള സഫീർ സഖാഫി, സംസ്ഥാന കേന്ദ്ര മുഷാവറംഗം അഭിനന്ദരായ AB അബ്ദുറഹ്മാൻ മുസ്ലിയാർ, സയ്യിദ് മുബഷീർ തങ്ങൾ, മുഖ്യഭാഷണം നടത്തിയ ഹുസൈൻ എണ്ണത്താണി, ഇവിടെ വന്നുപോയ ഇഷ്ട വ്യക്തിത്വങ്ങൾ, ഈ അനുഗ്രഹീത സദസ്സിന് സാക്ഷിയാവാനെത്തിയിട്ടുള്ള പ്രിയ സഹോദരങ്ങൾ, ഒരു ചരിത്ര നിമിഷത്തിനാണ് നാമൊക്കെ സാക്ഷിയായിട്ടുള്ളത്. സർവാധിപനായ റബ്ബ് തആല ഏറ്റെടുത്ത ദൗത്യം പൂർണ്ണാർത്ഥത്തിൽ ജീവിത കാലമത്രയും നിർവഹിക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളോടൊക്കെ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. ഖാദി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജഡ്ജി എന്നാണ്. വിധിന്യായങ്ങളൊക്കെ സമൂഹത്തിന് വിധിക്കാനും പറയാനും പഠിപ്പിച്ചു കൊടുക്കാനുള്ള അധികാരമാണ്. നമ്മുടെ ഇന്നത്തെ സാഹചര്യം നമുക്ക് പ്രതികൂലമാണ്. ഇന്നത്തെ നമ്മുടെ ഭരണാന്തരീക്ഷവും നിയമാന്തരീക്ഷങ്ങളൊക്കെ തന്നെ നമുക്ക് പ്രതികൂലമായി നിലനിൽക്കുന്നൊരു കാലഘട്ടമാണ്. ഈ സന്ദർഭങ്ങളിൽ മഹത്തായ ദീനിൻ്റെ അനുഷ്ഠാന കർമ്മങ്ങൾ, വിധി വിലക്കുകൾ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു ത്യാഗം ചെയ്യൽ തന്നെയാണ്. അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ശേഷിയും കഴിവുമൊക്കെ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥന കൊണ്ട് മാത്രം സാധ്യമാവുന്നൊരു കാര്യമാണ്. നമുക്കറിയാം, മിഷ്കാൽ പള്ളി എന്നുള്ളത് വളരെയേറെ പാരമ്പര്യമുള്ള, പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള, കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് കുറ്റിച്ചിറയിലുള്ള ഏറെ അറിയപ്പെട്ട ഒരു മഹത്തായ ഒരു കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ ഒരുപാട് വിദേശികൾ സന്ദർശകരായി വരാറുണ്ട്, ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ആ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഒന്നുകൂടി ഉത്തരവാദിത്വം ബാധ്യതയും വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എങ്കിലും അള്ളാഹുവിൻ്റെ നിയോഗങ്ങളെ അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. അവൻ്റെ ജീവിതം എങ്ങനെ, അവൻ്റെ ജീവിത അവസരങ്ങൾ എങ്ങനെ, അവൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു നിശ്ചയപ്രകാരമുള്ള ഒരു ഏറ്റെടുക്കലാണ്. ഏകദേശം ഒരു 19 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിസരത്തുള്ള മിക്ക മഹലുകൾ, ഏകദേശം 90% മഹലുകളിലും ഈ ആത്മീയ നേതൃത്വം നിർവഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോഴിക്കോടിനടുത്ത പ്രദേശത്തുകാരനാണ് എന്നുള്ളവർക്കും ഈ എത്രയും കാലം കോഴിക്കോടുമായി ബന്ധപ്പെട്ട ഒരാൾ എന്നുള്ള നിലക്ക്, ഇവിടുത്തെ എല്ലാ സംസ്കാരങ്ങളും അലിഞ്ഞു ചേർന്നൊരു വ്യക്തി എന്നുള്ള നിലക്ക് കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ നിങ്ങളുടെ സഹായവും സഹകരണവും എനിക്ക് എളുപ്പമാവുമെന്നുള്ള ഞാൻ മനസ്സിലാക്കുക. നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതികൂല സാഹചര്യത്തിൽ ദീൻ എങ്ങനെ നിർവഹിക്കപ്പെടണമെന്നുള്ളത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരുടെയും സഹകരണവും സഹായം അതിന് അനിവാര്യമാണ്. നമുക്കറിയാം, നല്ല കെട്ടുറപ്പുള്ള ഒരു കമ്മിറ്റി ഇവിടെയുണ്ട്. പ്രിയങ്കരായ ഹാഷിം സാഹിബിൻ്റെ നേതൃത്വത്തിൽ സഹായകരായ റംസി ഇസ്മായിലിനെ പോലത്തെ മഹാന്മാരുടെയൊക്കെ തന്നെ കഴിവും സ്നേഹവും സഹായങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ പ്രവർത്തനത്തിലുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുക. നിങ്ങളുടെയൊക്കെ സഹായം പ്രതീക്ഷിക്കുകയാണ്. ഏറെ സംസാരിക്കേണ്ട ഒരു അവസരമല്ല, എന്തിനും നിങ്ങളോട് ഈ നന്ദി, കടപ്പാട്, കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം. സർവാധിപനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഒരു സ്ഥാനത്തേക്ക് എന്നെ കൊണ്ടുവരികയും ഇവിടെ സ്ഥാപിക്കുകയും ചെയ്യുന്നതിൽ പ്രവർത്തിച്ച എല്ലാവരോടും കൃതജ്ഞത രേഖപ്പെടുത്തുന്നതോടൊപ്പം സർവാധിപനായ റബ്ബ് തആല നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അതോടൊപ്പം ഇന്നിവിടെ ഈ സംഗമത്തിൽ എത്തിച്ചേർന്ന എൻ്റെ ഒരുപാട് ബന്ധപ്പെട്ട ആളുകൾ, പല മഹല്ലുകൾ, ഞാൻ പ്രതിനിധിക്കുന്ന പല മഹല്ലുകളിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെയുണ്ട്. പല ദൂരദിക്കുകളിൽ നിന്ന് വന്നവരൊക്കെ ഉണ്ട്. അവരോടൊക്കെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്.
ഈ സന്തോഷ നിമിത്തം നിങ്ങളുടെയൊക്കെ സാന്നിധ്യമുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്കറിയാം, സൗഹാർദ്ദ അന്തരീക്ഷം നിലനിർത്തേണ്ട ഒരു കാലഘട്ടമാണ്. നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മഹാനായ സാമൂതിരി ഇവിടെ എങ്ങനെയായിരുന്നോ ഖാദിമാരോടുള്ള പെരുമാറ്റം, മുൻകഴിഞ്ഞ മതവിശ്വാസികളും ഇതര മതവിശ്വാസികളും തമ്മിലുള്ള ഐക്യവും സമാധാനവും സാഹോദര്യ അന്തരീക്ഷവും എങ്ങനെയാണോ നിലനിർത്തിയത്, അത് കോഴിക്കോടിൻ്റെ അന്തരീക്ഷത്തിൽ ഇനിയും നിലനിൽക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ഒരു നേതൃത്വമായിരിക്കും നമ്മുടെ ഈ ഒരു മിഷ്കാൽ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ടാകുക എന്നുകൂടി ഈ സന്ദർഭത്തിൽ വാക്ക് നൽകിക്കൊണ്ട് നമ്മുടെ ഈ ഒത്തുകൂടൽ സ്വാലിഹാമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹ് ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.